കാലം അടുത്തേക്ക് വരുമ്പോൾ, ഖിയാമത്ത് നാൾ അടുത്ത് വരുമ്പോൾ, ലം തകദ് റുയൽ മുഅ്മിനി തക്ദിബു, സത്യവിശ്വാസിയായ ആണും പെണ്ണും കാണുന്ന സ്വപ്നങ്ങൾ ഒരിക്കലും കളവാവുകയില്ല, അത് സത്യമായി പുലരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാളാകുമ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്ത്? മുഅ്മിനീങ്ങൾ പ്രയാസത്തിലായിരിക്കും, പുറത്തിറങ്ങാൻ പറ്റില്ല. ഗസയിൽ നടക്കുന്നത് പോലെ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ, ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ വന്നാൽ, ജയിലിനകത്ത് കഴിയുന്ന പോലെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ, ദഅവത്ത് ചെയ്യണമെന്ന്, നല്ലത് പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ കേൾക്കാൻ ആളില്ല, ആരോടും പറയാൻ പറ്റില്ല. അങ്ങനത്തെ തിന്മകളെ സ്വീകരിക്കുകയും നന്മകളെ തിരസ്കരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ മുഅ്മിനീങ്ങളുടെ പ്രധാനപ്പെട്ട ആശ്വാസം അല്ലാഹു നൽകുന്ന സ്വപ്നങ്ങളായിരിക്കും. അത് സത്യസന്ധമായി പുലരുകയും ചെയ്യുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നറിയാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ? ഫ്യൂച്ചർ അറിയാൻ ഇത് മനുഷ്യന്റെ ഒരു ആഗ്രഹമാണ്. അതറിയാൻ ചിലര് കൈരേഖ നോക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകും. അറാഫ് എന്ന് പറയും, ജ്യോത്സ്യന്മാർ, അവർക്കാണ് കാഹിൻ എന്ന് പറയാം, അവരെടുത്ത് പോകും. അല്ലെങ്കിൽ വല്ല നക്ഷത്ര വാരഫലം, പിന്നെ രാശിയെക്കുറിച്ചുള്ള പുസ്തകങ്ങള്, മാഗസിനുകള്, ഹൊറോസ്കോപ്പ്, ആസ്ട്രോളജി, ഇതൊക്കെ വായിച്ചു നോക്കും. എന്താണ് ഈ മാസം വല്ലതും കിട്ടാനുണ്ടോ, അടുത്ത കൊല്ലം വല്ലതും സംഭവിക്കാനുണ്ടോ? ഒരു ചുക്കും സംഭവിക്കാനില്ല മുഅ്മിനെ. അള്ളാഹുവിന്റെ കയ്യിലാണ് ഖളാ കിടക്കുന്നത്, ഫ്യൂച്ചർ കിടക്കുന്നത്. വെറുതെ നുണ പറയും. ചിലത് ഒത്തുവരും പിശാചുക്കൾ പറഞ്ഞു കൊടുക്കുന്ന ചില വചനങ്ങളിലൂടെ. അള്ളാഹുവിന്റെ ഔലിയാഇന് റബ്ബി ഇൽഹാം കൊടുക്കും, അത് വേറെയാണ്. പക്ഷെ സജ്ജനങ്ങളല്ലാത്തവരിത് പറയുന്നുണ്ട്. നിബിതങ്ങൾ പറയുമായിരുന്നു, മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു മാ യഖൂൽ ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 യൗം. കൈരേഖ പറയുന്നൊരു മനുഷ്യന്റെ മുമ്പിൽ ചെന്ന് കൈവച്ചു കൊടുക്കുകയും എന്റെ ആയുസ് എത്രയാണെന്ന് നോക്കണേ എന്ന് പറയുകയോ, എന്റെ ഭാവി എന്താണ്, ഭൂതം എന്താണെന്ന് പറഞ്ഞു തരാമോ എന്ന് കൈനീട്ടി കൊടുക്കുകയും ആ മനുഷ്യൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്താൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത ഖുർആനിലും ദീനിലും അയാൾ അവിശ്വസിച്ചു. ഫസദ്ദഖഹു മാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.